ശശി തരൂർ എംപിയുടെ പ്രചാരണ വാഹനം തടഞ്ഞു നിർത്തിയ പ്രതിഷേധം ഇന്നലെ രാത്രി മണ്ണന്തലയിലായിരുന്നു സംഭവം. സ്ഥാനാർത്ഥിക്ക് ചേരിതിരിഞ്ഞ് സ്വീകരണം ഒരുക്കിയതാണ് തർക്കത്തിലേക്ക് നയിച്ചത്. നിർഭനുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. നിർഭൻ, കഴിഞ്ഞ ദിവസങ്ങളിലും ശശി തരൂരിനെതിരെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പ്രതിഷേധവും കൂക്കിവിളിയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ എന്താണ് സംഭവിച്ചത്? നിർഭൻ കേൾക്കാമോ? ശശി തരൂർ എംപിയുടെ പ്രചാരണ വാഹനമാണ് തടഞ്ഞു നിർത്തി പ്രതിഷേധിച്ചത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു മണ്ണന്തലയിലായിരുന്നു സംഭവം നടന്നത്. നിർഭനുണ്ട്. നിർഭൻ, കേൾക്കാമെങ്കിൽ എന്താണ് ഉണ്ടായത്? കഴിഞ്ഞ ദിവസങ്ങളിലും തരൂരിനെതിരെ ഇത്തരം പ്രതിഷേധവും കൂക്കിവിളിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? കീർത്തി, തരൂരിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ബാലരാമപുരത്ത് സമാനമായ സംഭവം ഉണ്ടായിരുന്നു. അവിടെ പ്രവർത്തകർ തന്നെ ആലമുക്ക് എന്ന പ്രദേശത്തിൽ തരൂരിന്റെ വാഹനം വളഞ്ഞിട്ട് കൂക്ക് വിളിക്കുകയും ഒപ്പം തന്നെ അദ്ദേഹത്തിന് നേർക്ക് താങ്കൾക്ക് വോട്ടില്ല എന്ന് വിളിച്ചു പറയുന്നത് വലിയ തരത്തിലുള്ള വാർത്തയായി പുറത്തു വന്നതാണ്. കൈരളി ന്യൂസാണ് അന്ന് ആ വാർത്തയും ഒപ്പം തന്നെ ആ ദൃശ്യങ്ങളും പുറത്തുവിട്ടത്. കഴിഞ്ഞ ദിവസം രാത്രി മണ്ണന്തലയിലാണ് സമാനമായ സംഭവം ഉണ്ടായത്. രണ്ട് വിഭാഗം കോൺഗ്രസ് തന്നെ ഇരുവിഭാഗം പ്രവർത്തകരെ ചേരി തിരിഞ്ഞാണ് അവിടെ പ്രശ്നമുണ്ടായത് എന്നാണ് ലഭിക്കുന്ന വിവരം. തരൂരിന്റെ വാഹനം 10 മണിയോടുകൂടിയാണ് അവിടെ ഈ മണ്ണന്തല ജംഗ്ഷനിൽ എത്തിച്ചേർന്നത്. അവിടെ കോൺഗ്രസിൽ നിന്ന് നിലവിൽ ഔദ്യോഗിക വിഭാഗത്തിനെതിരെ നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്, വിമത വിഭാഗമാണ്. അതായത് കഴിഞ്ഞ മണ്ഡലം പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഉള്ളൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഈ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് സനൽ എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹത്തിന്റെ എതിർ വിഭാഗം അവിടെ ഒരു സ്വീകരണം ഒരുക്കിയിരുന്നു. ഇന്ദിരാഗാന്ധി കൾച്ചറൽ സൊസൈറ്റിയുടെ പേരിലാണ് അവിടെ സ്വീകരണം ഒരുക്കിയിരുന്നത്. ആ പ്രദേശത്ത് സ്വീകരണത്തിന് ഇറങ്ങാൻ ആദ്യഘട്ടത്തിൽ ശശി തരൂർ തയ്യാറാകാത്തത് അദ്ദേഹത്തിന്റെ സ്വീകരണത്തിന് നേതൃത്വം നൽകുന്ന ബ്ലോക്ക് പ്രസിഡന്റ് സനലാണ് അതിന് അനുവാദം നൽകാത്തത്. തുടർന്ന് അവിടെ മറുവിഭാഗം പ്രതിഷേധിച്ചു. ഈ തരൂരിന്റെ വാഹനം തടഞ്ഞു നിർത്തിയാണ് വലിയ പ്രതിഷേധമുണ്ടായത്. തിരിച്ച് വലിയ തരത്തിലുള്ള കയ്യാങ്കളി ഉണ്ടായി. ഈ ദൃശ്യങ്ങൾ തന്നെ കൈരളി ന്യൂസ് അല്പം മുമ്പ് പ്രേക്ഷകർക്ക് മുന്നിൽ കാണിച്ച ദൃശ്യങ്ങളിൽ തന്നെ വാക്കേറ്റവും കയ്യാങ്കളിയുടെ ദൃശ്യങ്ങളുണ്ട്. അതിനുശേഷം വലിയ തരത്തിലുള്ള തരൂര് അവിടെ നിന്ന് പ്രശ്നം രൂക്ഷമായപ്പോൾ തരൂരിന്റെ വാഹനം അവിടെ നിന്ന് കടന്നുപോയി. അതിനുശേഷം പ്രവർത്തകർ ഇരു വിഭാഗമായി ചേരി തിരിഞ്ഞ് വലിയ തരത്തിലുള്ള സംഘട്ടനത്തിലേക്ക് പോയി. ഒപ്പം തന്നെ ഈ യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് ഈ ദൃശ്യങ്ങൾ പകർത്തി ആ ഫോണ് ഈ ബ്ലോക്ക് പ്രസിഡന്റ് സനൽ പിടിച്ചു വാങ്ങി. തുടർന്ന് മറുവിഭാഗം പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ ഫോണ് തിരികെ നൽകിയിട്ടുമില്ല. വലിയ തരത്തിൽ തരൂരിന്റെ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലുള്ള സംഘട്ടനം തുടരുകയാണ്. തരൂരിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വാഹനത്തെ തടഞ്ഞു നിർത്തുന്നു, വളഞ്ഞിട്ട് കൂകുന്നു. അങ്ങനെ തരത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ ശശി തരൂരിന്റെ പ്രചരണം മുന്നോട്ട് പോവുകയാണ്. കീർത്തി, ശരി, നിർഭനാണ് ആ വിവരങ്ങൾ നൽകിയത്.